നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അടുത്ത കാലത്ത് എയറിലായ ചില മേക്കപ്പ് സീനുകളെ പറ്റിയ ലിസ്റ്റിലാക്കിയത് നമ്മുടെ സൽമാൻ ഖാൻ അടുത്ത കാലത്ത് ഇറങ്ങിയ കിസി കാ ഭായ് കിസി കി ജാൻ എന്ന ഈ ഒരു സിനിമ 2014 പുറത്തിറങ്ങി അജിത്ത് നായകനായ വീരം എന്ന തമിഴ് സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു. ഈ ഒരു സിനിമ വലിയൊരു വിജയം നേടിയും ഈ ഒരു സിനിമയിൽ പെപ്സിയുടെ പരസ്യം എടുത്തെടുത്ത് കാണിക്കുമായിരുന്നു. പല സീനുകളിൽ പെപ്സി ആഡ് വരുന്നു. വീരം സിനിമയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബോളിവുഡിന്റേതായ പല മാറ്റങ്ങൾ സിനിമയിലും അല്പം നൂജനായിട്ടാണ് ഓരോ ക്യാരക്ടറിന്റെയും ലുക്ക്. ഇതിൽ സൽമാൻ ഖാൻ ഒരു നീണ്ട പ്രത്യേക ഹെയർ സ്റ്റൈലാണ് വരുന്നത്. പക്ഷെ അത്ര കറക്റ്റ് ആയില്ല. ഈ ഒരു ലുക്കും സിനിമയിലെ ചില സ്റ്റെപ്പുകളും ആ ഒരു ടൈമിലെ എയറിലായിരുന്നു. ഈ ഒരു ലുക്ക് പല സീനുകളിൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് എടുത്തു കാണിച്ചിരുന്നു. സൽമാൻ ഖാന്റെ കരിയറിലെ തന്നെ മോശം മേക്കപ്പ് ലുക്ക് ഈ ഒരു സിനിമയിലായിരുന്നു. ഒരു കാലത്ത് ലുക്ക് കൊണ്ട് ട്രെൻഡാക്കി മാറ്റിയ ഒരുപാട് ക്യാരക്ടേഴ്സ് സൽമാൻ ഖാൻ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ബോഡി ബിൽഡിംഗ് ഒരു ജനറേഷനിലെ മുഴുവനായി സൽമാൻ ഖാൻ ട്രെൻഡാക്കിയിട്ടു. അടുത്തത് അറ്റ്ലി ഡയറക്ട് ചെയ്ത ജവാൻ സിനിമയാണ്. ഡൗൺ ആയി കടന്നിരുന്ന ബോളിവുഡിനെ വീണ്ടും ഒന്നുകൂടി പവറാക്കിയത് ആ വർഷം പുറത്തിറങ്ങിയ 3 ഷാരൂഖ് ഖാൻ സിനിമകളാണ്. ഒന്ന് പതാൻ, മറ്റൊന്ന് ജവാൻ, മറ്റൊന്ന് ഡങ്കി. പതാനും ജവാൻ 1000 കോടിക്ക് മേലെ കളിച്ചു. ഡങ്കി സിനിമ ഒരു ലോ ബഡ്ജറ്റ് സിനിമയായിരുന്നു. അടുത്ത കാലത്ത് ഷാരൂഖ് ഖാൻ ഏറ്റവും കുറവ് സാലറി വാങ്ങിയത് ഈ ഒരു സിനിമയിലായിരുന്നു. അതുകൊണ്ട് തന്നെ 120 കോടിയായിരുന്നു ബഡ്ജറ്റ്. ഇത് രാജ്കുമാർ കിരാനി ഡയറക്ട് ചെയ്ത ഒരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു. പതാനും ജവാനും ഒക്കെ നമുക്കറിയാം 250-300 കോടി ബഡ്ജറ്റിലൊന്ന് മാസ് മസാല സിനിമകളാണ്. ഇതിന് ജവാൻ സിനിമയിൽ മെയിൻ വില്ലനായിരുന്നു നമ്മുടെ വിജയ് സേതുപതി. വിജയ് സേതുപതിയുടെ വയസ്സായ ലുക്ക് ചെറിയ രീതിയിൽ എയർലൈൻ ഒരു സാന്റാക്ലോസ് ലുക്കായിരുന്നു. പിന്നീട് വിജയ് സേതുപതി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ആ ഒരു ലുക്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇടാൻ തനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്തൊക്കെയായാലും അല്പം മാസും കോമഡിയുമായ ഒരു വില്ലനായി ആ ഒരു കാളി എന്ന ക്യാരക്ടർ വന്നിട്ടുണ്ട്. അടുത്ത സിനിമയാണ് PM നരേന്ദ്രമോദി എന്ന സിനിമ. ഈ ഒരു സിനിമ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ലൈഫ് സ്റ്റോറിയാണ് പറഞ്ഞത്. ഈ ഒരു സിനിമയിൽ നായകനായിരുന്നു വിവേക് ഒബ്റോയ്. സിനിമയിലെ ഈ ഒരു ലുക്ക് ആ വർഷം വലിയ രീതിയിൽ എയർലൈൻ. അടുത്ത സിനിമയാണ് 2.0 എന്ന സിനിമ. എന്തിനെന്ന വലിയൊരു വിജയത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം വന്ന് ഒരു പ്രീക്വലായിരുന്നു 2.0 സിനിമ. ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു, അതും പാൻ ഇന്ത്യൻ ലെവൽ. ഈ ഒരു സിനിമ 400 കോടിക്ക് മേലെ ബഡ്ജറ്റിൽ വന്ന് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഈ ഒരു സിനിമയിൽ വില്ലനാകാൻ ശങ്കർ ആദ്യം കണ്ടുവച്ചത് ഹോളിവുഡ് സ്റ്റാറായ അർണോൾഡിനെ ആയിരുന്നു. തൊട്ട് മുമ്പ് ഇറങ്ങിയ ഐ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ അർണോൾഡ് വന്നിരുന്നു. അന്ന് ശങ്കർ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ ഒരു സിനിമയായിരുന്നു 2.0 സിനിമ. പക്ഷിരാജൻ എന്ന ഈ ഒരു ക്യാരക്ടറെ ചെയ്യാനായിരുന്നു അർണോൾഡിനെ വിളിച്ചത്. സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി അർണോൾഡ് റിജക്ട് ചെയ്തു. പിന്നെയായിരുന്നു ബോളിവുഡിൽ നിന്ന് അക്ഷയ് കുമാറിനെ വിളിച്ചത്. അതിനു മുമ്പ് ആമിർ ഖാനെയും കമൽഹാസനെയും നോക്കിയിരുന്നു. ഇവരും റിജക്ട് ചെയ്തു. അക്ഷയ് കുമാറായിരുന്നു പക്ഷിരാജൻ ക്യാരക്ടർ ചെയ്യാൻ റെഡിയായി വന്നത്. വളരെ ടൈം എടുത്താണ് ഈ ഒരു മേക്കപ്പ് ചെയ്തത്. സിനിമ റിലീസായപ്പോൾ ഏറ്റവും കൂടുതൽ എയറിലായത് പക്ഷിരാജൻ എന്ന ക്യാരക്ടർ ആയിരുന്നു. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മയായിരുന്നു ഈ ഒരു ക്യാരക്ടർ. ഒരു റോബോട്ടിനെ ഇല്ലനായി പ്രേതത്തെ കൊണ്ടുവരിക. ഒട്ടും ലോജിക്കില്ലാത്ത ആരും ചിന്തിക്കാത്ത ചിന്തയായിരുന്നു ശങ്കർ ചിന്തിച്ചത്. ഈ ഒരു സിനിമ ഒരു ആവറേജ് വിജയമേ നേടിയു. വേണമെങ്കിൽ ശങ്കറിന് റോബോട്ടിന് വില്ലനായി പവർഫുൾ ആയ ഒരു റോബോട്ട് വില്ലനെ തന്നെ കൊണ്ടുവരായിരുന്നു. അങ്ങനെയാണെങ്കിൽ അർണോൾഡ് വരെ ഒരു പക്ഷേ ഓക്കെ പറയുമായിരുന്നു. അർണോൾഡ് ഓൾറെഡി വേൾഡ് ഫേമസ് ആയ ടെർമിനേറ്റർ എന്ന നായകനായും വില്ലനായും വന്ന് ഒരു മാസ് റോബോട്ട് ക്യാരക്ടറെ ചെയ്തിട്ടുണ്ട്. അർണോൾഡ് വന്നിരുന്നെങ്കിൽ അർണോൾഡ് വീണ്ടും പുതിയ റോബോട്ട് ക്യാരക്ടറായി വീണ്ടും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ ഇന്ത്യക്ക് പുറത്തു വരെ വലിയ രീതിയിൽ തന്നെ റീച്ച് ആവേണ്ടതായിരുന്നു. പക്ഷേ എല്ലാം പക്ഷിരാജൻ ക്യാരക്ടർ കൊണ്ടു. അടുത്തത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ വലിയൊരു വിജയം നേടിയതാണ്. OTT വന്നപ്പോൾ നേരെ എയർലൈൻ. ഈ ഒരു സിനിമയിൽ മെയിൻ ക്യാരക്ടേഴ്സിന്റെ 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഇതിൽ ഇവർ വയസ്സായ ലുക്കിൽ വന്നപ്പോൾ മൊത്തത്തിൽ എയർലൈൻ. വയസ്സായ കാലഘട്ടം വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാമായിരുന്നു. വയസ്സനാക്കാൻ ആകെ ചെയ്തത് 2 പേരുടെയും നരകവും. ചില സീനുകളിൽ സാന്റാക്ലോസിന്റെ ഡാഡിക്ക് പോലുമില്ലാത്ത ഒരു പ്രത്യേക വിഗ്ഗായിരുന്നു. ക്യാരക്ടേഴ്സിന്റെ ബോഡിയാണെങ്കിൽ വയസ്സായപ്പോൾ ഒന്നും കൂടി ആക്കിപ്പോയി. അടുത്ത സിനിമയാണ് ഗന്ധർവ എന്ന സിനിമ. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഗായത്രി സുരേഷ് ഒരു വയസ്സായ ക്യാരക്ടറായി വരും. ఇదుം ఆవిడ വലിയ രീതിയിൽ ఏర్లేదు. కాలు మెలుగపడితే పర్వాలేదు, కానీ ఇంకేమైనా మెలుగపడిందేమో కళ్ళల్లో కళ్ళు పెట్టి చూస్తున్నారు. അടുത്ത സിനിമയാണ് വീരസിംഹ റെഡ്ഡി എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ ഹണി റോസ് ബാലയ്യയുടെ അമ്മയായി അഭിനയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഒരു സിനിമയിൽ ബാലയ്യ ഡബിൾ ആണ്. 60 വയസ്സായ ഒരു അച്ഛൻ ബാലയ്യ, അദ്ദേഹത്തിന്റെ മകനാണ് 20 വയസ്സായ ഈ ഒരു ബാലയ്യ. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അടുത്ത സിനിമയാണ് കങ്കുവ എന്ന സിനിമ. സൂര്യാനന്റെ വളരെ വലിയൊരു ഹൈപ്പിൽ വന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു കങ്കുവ എന്ന സിനിമ. 350 കോടിയായിരുന്നു ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. അണ്ണാത്ത സിനിമയ്ക്ക് ശേഷം
ഡയറക്ടറായിട്ടുള്ള ശിവയുടെ നെക്സ്റ്റ് സിനിമ ആയതുകൊണ്ട് ആളുകൾക്ക് ഒരു 50-50 ചാൻസ് ആയിരുന്നു. ഈ ഒരു സിനിമയെ ആവശ്യമില്ലാതെ ഓവർ ഹൈപ്പ് കയറ്റി വിട്ടത് ശിവ തന്നെയായിരുന്നു. ട്രെയിലറും ടീസറും എല്ലാം വളരെ മികച്ചതായിരുന്നു. ആളുകൾ കരുതിയത് രണ്ട് ട്രൈബ്സ് തമ്മിലുള്ള ഒരു മാസ വാർ സിനിമയാണെന്ന്. പല തമിഴ് യൂട്യൂബേഴ്സും കാർത്തിയുടെ എൻട്രി കസ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഗെയിം ഓഫ് ത്രോൺസ് പോലെ ഒരു ഘട്ടത്തിൽ വില്ലന്മാര് വരുമ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന നായകൻ, അതായത് മോബി വരുമ്പോൾ ഒരു ഘട്ടത്തിൽ സൂര്യനൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാതെ കാർത്തിയുടെ ഒരു മാസം ഉണ്ട്, അതും ഗെയിം ഓഫ് ത്രോൺസ് പോലെ. ഇങ്ങനെയൊക്കെയാണ് പല തമിഴ് യൂട്യൂബേഴ്സും പഠിച്ചുവിട്ടത്. ഡയറക്ടർ ആണെങ്കിൽ ബാഹുബലിനേലും മേലെ എന്നാണ് പറഞ്ഞത്. ആദിപുരുഷിന്റെ ഡയറക്ടറായ ഓം റാവുത്ത് വരെ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ആദ്യം പറഞ്ഞത് ആദിപുരുഷ സിനിമയ്ക്ക് വലിയൊരു തിരക്കായിരിക്കും, ഇതുകൊണ്ട് തന്നെ ഒരു സീറ്റെങ്കിലും ഹനുമാൻ ഒഴിച്ചിടണമെന്ന്. സിനിമ റിലീസായപ്പോൾ പിന്നീട് ഇദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല, എല്ലാ സീറ്റും ഒഴിച്ചിട്ടിരുന്നു. കങ്കുവ സിനിമയിലേക്ക് വന്ന് ട്രെയിലറിൽ കണ്ടതേ അല്ല ഈ ഒരു സിനിമയിൽ വന്നത്. ഇദ്ദേഹം എങ്ങനെ തിയേറ്ററിൽ നിന്നിറങ്ങി ഓടിയെന്നറിയും. പിന്നീട് ശിവയെയും ആരും കണ്ടിട്ടില്ല. டிசம்பர் மாதம் எந்த டேட்னு அனௌன்ஸ் பண்றோம். இதே பாஸோட இங்க சக்சஸ் மீட் நடக்கும். ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ചില മേക്കപ്പ് സീനുകൾ ഫാൻസി ഡ്രസ് പോലെ എടുത്തു കാണിച്ചിരുന്നു, പ്രത്യേകിച്ച് കാർത്തിയുടേത്. അടുത്ത സിനിമയാണ് വരാൻ പോകുന്ന കണ്ണപ്പ എന്ന സിനിമ. ഇതൊരു പാൻ ഇന്ത്യ സിനിമയാണ്. പക്ഷേ ടീസർ റിലീസ് ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആണ്. സിനിമയുടെ കളർ ഗ്രേഡിംഗ്, കോസ്റ്റ്യൂമും അത്ര പോരാ എന്നാണ് പറയുന്നത്. ഒരു സീരിയൽ ലെവൽ ക്വാളിറ്റി ആണെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലതൊക്കെ ശരിയാണ്. എന്തു തന്നെയായാലും പടം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമയാണ് ഇന്ത്യൻ 2 എന്ന സിനിമ. ശങ്കറിന്റെ തന്നെ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു ഇന്ത്യൻ 2 എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ പ്രോസ്തറ്റിക് മേക്കപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ 2ലേക്ക് വന്നപ്പോൾ ഈ ഒരു മേക്കപ്പ് വലിയ രീതിയിൽ ഏറലായിരുന്നു. മൈദ കുഴച്ച പോലെ ഉണ്ടായിരുന്നു. ചില സീനുകളിൽ ഈ ഒരു ലുക്ക് സാന്റാ ക്ലോസിന്റെ അപ്പൂപ്പന് പോലും. അടുത്ത സിനിമയാണ് ആദിപുരുഷ് എന്ന സിനിമ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യ സിനിമയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സും രാമായണവുമായി യാതൊരു ബന്ധവുമില്ല. രാമനെ കണ്ടാൽ രാവണനായി തോന്നും, രാവണനെ കണ്ടാൽ ഇത് ആരാണെന്ന് തന്നെ അറിയും. ന്യൂജൻ ഹെയർ സ്റ്റൈൽ, ഗെയിം ഓഫ് ത്രോൺസിലെ കോസ്റ്റ്യൂം എല്ലാം ഇട്ട ഒരു മോഡേൺ രാവണൻ. വരുന്നതാണെങ്കിൽ ഡ്രാഗനും വവ്വാലും മിക്സ് ആയ ഒരു പ്രത്യേക തരം ജീവിയുടെ പുറത്ത്. അങ്ങനെ കോസ്റ്റ്യൂം നോക്കിയാലും CGI നോക്കിയാലും മൊത്തത്തിൽ ഈ ഒരു സിനിമ ഏറലായിരുന്നു. ഇനി നമുക്ക് ചില മികച്ച മേക്കപ്പ് വർക്കുകൾ നോക്കാം. ലിസ്റ്റിലായിട്ടേത് അമിതാഭ് ബച്ചനാണ്. 2009 പാ എന്ന സിനിമ പുറത്തിറങ്ങി. ഈ ഒരു സിനിമയിൽ അമിതാഭ് ബച്ചൻ ആരോ എന്ന ക്യാരക്ടറെയാണ് അവതരിപ്പിച്ചത്. ആരോ ഒരു 12 വയസ്സുള്ള പയ്യനാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്നാൽ ജന്മന ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ട്. സാധാരണ മനുഷ്യനേക്കാൾ 6 ഇരട്ടി പ്രായമാവും. ഈ ഒരു സിനിമയിൽ അമിതാഭ് ബച്ചന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരുന്നു. സിനിമയിൽ അഭിഷേക് ബച്ചനുണ്ട്. നമുക്കറിയാം റിയൽ ലൈഫിൽ അമിതാഭ് ബച്ചന്റെ മകനാണ് അഭിഷേക് ബച്ചൻ. എന്നാൽ ഈ ഒരു സിനിമയിൽ അഭിഷേക് ബച്ചന്റെ മകനായിരുന്നു അമിതാഭ് ബച്ചൻ. ഇങ്ങനെ ഗിന്നസ് റെക്കോർഡ് കിട്ടി. സിനിമയിലെ മികച്ച പെർഫോമൻസിന് നാഷണൽ അവാർഡും അമിതാഭ് ബച്ചന് കിട്ടിയിരുന്നു. ഈ ഒരു സിനിമ കണ്ടാൽ ഇത് അമിതാഭ് ബച്ചനാണെന്നേ തോന്നി. അത്രയും മികച്ച പ്രോസ്തറ്റിക് മേക്കപ്പ് ആയിരുന്നു ഈ ഒരു സിനിമയിലുള്ളത്. ഈ ഒരു ക്യാരക്ടറാകാൻ 6 മണിക്കൂറോളം തുടർച്ചയായ മേക്കപ്പ് വേണമായിരുന്നു. മേക്കപ്പ് അഴിക്കാനും 2 മണിക്കൂർ വേണം. ഈ ഒരു സിനിമ വിജയം നേടിയ സിനിമയാണ്. അടുത്തത് അയ്യ എന്ന സിനിമയാണ്. വൈറസ് ബാധിച്ച ക്യാരക്ടറാകുക. 80 കിലോയിൽ നിന്ന് വിക്രം 50 കിലോയായി വെയിറ്റ് കുറച്ചു. ഈ ഒരു ക്യാരക്ടറാകുക 6 മണിക്കൂറിന്റെ പ്രോസ്തറ്റിക് മേക്കപ്പ് വേണം. 2 പല്ല് പറിക്കേണ്ടി വന്നിട്ട്. ബോഡി ബിൽഡർ ക്യാരക്ടറാകുക 50 കിലോയിൽ നിന്ന് 110 കിലോയിലേക്ക് വെയിറ്റ് ഉയർത്തി. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വിക്രം വലിയൊരു ഡെഡിക്കേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തത് കമൽഹാസൻ. ദശാവതാരം എന്ന സിനിമയിൽ 10 ക്യാരക്ടറായിട്ടാണ് കമൽഹാസൻ വന്നത്. 10ൽ 8 ക്യാരക്ടറിന് മണിക്കൂറുകളോളം പ്രോസ്തറ്റിക് മേക്കപ്പ് വേണമായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇത്രയും പ്രോസ്തറ്റിക് മേക്കപ്പ് ഒരു സിനിമയിൽ ചെയ്ത നടൻ കമൽഹാസനാണ്.